ലോകാരോഗ്യ സംഘടനയുടെ WHO 2023 റിപ്പോർട്ട് അനുസരിച്ച് ഓരോ 40 സെക്കൻഡിലും ഓരോ വ്യക്തികൾ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജീവിതം സുന്ദരമാണ്. ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടുമ്പോൾ, ആ വെല്ലുവിളികളെ നേരിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ജീവിതം അതിസുന്ദരമായി മാറുകയാണ് ചെയ്യുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്കല്ല പ്രിയപ്പെട്ടവരെ. നമ്മളെ സഹായിക്കാൻ നമ്മുടെ കൂടെയുള്ളവർക്ക് സാധിക്കും. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പ്രപഞ്ച നിയന്താവായ ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ള വലിയൊരു ബോധ്യങ്ങളിലേക്ക്, ആഴമായ വിശ്വാസത്തിലേക്ക് നമ്മൾക്ക് വരാം. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, കുരിശിൻ്റെ തണലിൽ ഷാഡോ ഓഫ് ദ ക്രോസ് എന്ന വചനപ്രഘോഷണ പരമ്പരയിലേക്ക് നിങ്ങളേവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെയൊക്കെ ദൃഷ്ടിയിൽ ഇന്നലകളിൽ ഓടി നടന്ന സന്തോഷിച്ച് ജീവിച്ച വ്യക്തികൾ എന്തുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ ആത്മഹത്യ ചെയ്യുന്നു? അതൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ് ചെയ്യുന്നത്. ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിരിക്കും. അദ്ദേഹത്തിൻ്റെ ജീവിതം ഇങ്ങനെയാണ്. ഭൗതിക ശാസ്ത്രത്തിൽ വലിയ സംഭാവനകൾ ഈ ലോകത്തിന് നൽകിയിട്ടുണ്ട്. 21-ാമത്തെ വയസ്സിൽ അദ്ദേഹം തൻ്റെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ കൈകാലുകൾക്ക് ചലനമില്ലാത്ത രീതിയിൽ ഒരു പ്രത്യേക രീതിയിലുള്ള അസുഖം പിടിപെട്ട് വീൽ ചെയറിൽ ആയി. മുഖത്തെ മസിലുകൾ മാത്രമേ ചലിപ്പിക്കുവാൻ പറ്റുകയുണ്ടായിരുന്നുള്ളൂ. എങ്കിലും അദ്ദേഹം ബോധവാനായിരുന്നു. ഈ അവസ്ഥയിലും ജീവിതത്തെ നേരിട്ടു. 21-ാമത്തെ വയസ്സ് മുതൽ 76-ാമത്തെ വയസ്സ് വരെ ഏകദേശം 55 വർഷം ഇദ്ദേഹം വീൽ ചെയറിലാണ് കഴിച്ചു കൂട്ടിയത്. ഒട്ടും നടക്കാൻ സാധ്യമല്ലായിരുന്നു. ഈ അവസരത്തിൽ പോലും അദ്ദേഹം വലിയ കാര്യങ്ങൾ ചെയ്തു. ശാസ്ത്രത്തിന് വലിയ സംഭാവനകൾ നൽകി. പ്രത്യേകിച്ച് തമോഗർത്തങ്ങളെക്കുറിച്ചുള്ള പഠനവും എല്ലാം ഈ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റേതാണ്. സ്നേഹമുള്ളവരെ, ജീവിതത്തിലെ വലിയ ഒരു തകർച്ചയിലൂടെ കടന്നുപോയിട്ടും ആ ജീവിതത്തെ വെല്ലുവിളികൾ ഏറ്റെടുത്ത ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. ഇദ്ദേഹം ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ധാരാളം പഠിക്കുമായിരുന്നു, ഗവേഷണങ്ങൾ നടത്തുമായിരുന്നു, ധാരാളം ചിന്തിക്കുമായിരുന്നു. ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം വീൽ ചെയറിലിരുന്ന് രോഗിയായിരുന്ന സമയത്ത് പോലും ചെയ്തു. അദ്ദേഹം വിവാഹം കഴിച്ചു, 2 മക്കളും ഉണ്ടായിരുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് ഒന്ന് തിരിച്ചു വരാം. ഒരുപക്ഷെ പെട്ടെന്നുണ്ടാകുന്ന ഒരു അസുഖം, ഒരു ഹാർട്ട് അറ്റാക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് ആയിരിക്കാം. ജീവിതം പഴയതുപോലെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ പറ്റുന്നില്ല എന്ന ഒരു ചിന്ത വരുമ്പം എന്താണ് ചെയ്യുന്നത്? ആ മനസ്സിൻ്റെ ശക്തി ഒന്ന് വീണ്ടെടുക്കുവാനായിട്ട് സാധിക്കുമോ? ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് നമ്മൾക്ക് സാധിക്കുമോ? ജോബിനെ പോലെ നമ്മൾക്ക് പറയുവാൻ സാധിക്കുമോ, ദൈവം തന്നു, ദൈവം എല്ലാം എടുത്തു എന്ന്? ജോബിൻ്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: കർത്താവ് തന്നു, കർത്താവ് എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തട്ടെ എന്ന്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതവും ഇങ്ങനെയാകണം. വെല്ലുവിളികൾ നിറഞ്ഞ ജീവിത അവസ്ഥയിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൻ്റെ പിരിമുറുക്കത്തെ, ആ മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കട്ടെ. നമ്മളെ അറിയുന്ന ദൈവമുണ്ട് എന്ന വലിയൊരു ബോധ്യങ്ങളിലേക്ക് വരാം. മാറാ രോഗം വന്നാൽ മനസ്സിൻ്റെ താളം തെറ്റും. ആത്മഹത്യയെ അതിജീവിച്ച ഒരു വ്യക്തി എന്നോട് പങ്കുവെച്ചത് ഇപ്രകാരമാണ്. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, വലിയ മാനസിക സംഘർഷങ്ങളിലൂടെയാണ് ഞാൻ കടന്നുപോയത്. നന്നായി കഠിനാധ്വാനം ചെയ്യുന്നു,
കുടുംബത്തെ പുലർത്തുവാനായിട്ട് പരിശ്രമിക്കുന്നു. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ഞാൻ രോഗിയായി തീരുകയാണ് ചെയ്യുന്നത്. ആ രോഗിയായിത്തീരുന്ന അവസരത്തിൽ ഞാൻ ചിന്തിച്ചു, ഇനിയും ഞാൻ എൻ്റെ കുടുംബത്തിന് ഭാരമായി തീരുമെന്ന്. അങ്ങനെ അദ്ദേഹം ആത്മഹത്യ ചെയ്യുവാനായിട്ട് തീരുമാനം എടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ജീവിതം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഭാരമായി തീരും. അങ്ങനെ അദ്ദേഹം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച് മുമ്പോട്ട് പോവുകയാണ്. ഈ അവസരത്തിൽ നമുക്കറിയാലോ, ജീവിക്കുന്ന മാലാഖമാരുണ്ട് എന്ന്. അവർ ഈ വ്യക്തിയുടെ അടുക്കലേക്ക് എത്തുകയും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ വേദന കണ്ടറിഞ്ഞ് അദ്ദേഹത്തിന് വലിയൊരു കൈത്താങ്ങ് കൊടുത്ത് അദ്ദേഹത്തെ സംരക്ഷിക്കുകയുമാണ് ചെയ്തത്. അദ്ദേഹം വലിയ മാനസിക സംഘർഷങ്ങളിലൂടെ പോയി. എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? ആർക്കു വേണ്ടിയാ ജീവിക്കുന്നത്? ജീവിതത്തിന് അർത്ഥമുണ്ട്, പക്ഷേ ഈ രോഗത്തിൻ്റെ അവസ്ഥയിൽ ഞാൻ കിടപ്പായാൽ ഞാൻ മറ്റുള്ളവർക്ക് ഒരു ഭാരമായി തീരും. ഈ ചിന്തയാണ് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, നമുക്കോർക്കാം, രോഗത്തിൻ്റെ അവസ്ഥയിൽ നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സുഖമാക്കപ്പെടും. കർത്താവേ, എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷ പ്രാപിക്കും. രോഗത്തിൻ്റെ അവസ്ഥയിൽ കണ്ണുനീരോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കും. വലിയ ദൈവിക ശക്തി നമ്മിലേക്ക് വരും. അങ്ങനെ നമുക്ക് ആ തളർന്ന ജീവിതാവസ്ഥയിലൂടെ പോകുമ്പോഴും ദൈവത്തിൻ്റെ ശക്തി അനുഭവിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതങ്ങളിലൂടെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. ആയതിനാൽ രോഗം വരുമ്പോൾ പരിഭ്രമിക്കേണ്ട. ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾക്ക് കൊടുക്കാം, ദൈവത്തിൽ ആശ്രയിക്കാം, നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാം. അതോടൊപ്പം തന്നെ സാമ്പത്തിക ഭാരം, ഫിനാൻഷ്യൽ ക്രൈസിസ് വലിയ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞ ഇക്കാലഘട്ടങ്ങളിൽ ഒത്തിരി പേര് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. നമുക്കറിയാലോ, നമ്മുടെയൊക്കെ പൂർവികർ പറഞ്ഞു വെച്ചിട്ടില്ലേ, തലമറന്ന് എണ്ണ തേക്കരുത് എന്ന്. ഒരുപക്ഷെ നമുക്കൊക്കെ സാമ്പത്തിക സുസ്ഥിതി അത്ര നല്ലതല്ലാത്ത അവസ്ഥയിൽ പോലും ആഘോഷങ്ങളൊക്കെ കെങ്കേമമായി നടത്തുവാനായിട്ടാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ഞാൻ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഒരു പട്ടത്തിൽ സംബന്ധിക്കുവാനായിപ്പോയി. എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം ധാരാളം ആൾക്കാർ ആ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. ആ പള്ളിയൊക്കെ ഒരു മോഡറേറ്റായ മിതമായ രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഊട്ടുമുറിയിലേക്ക് പോയി. നല്ല ഭക്ഷണം, ഒരുപാട് കറികളോ ഒന്നുമില്ല, എങ്കിലും നല്ല ഭക്ഷണം. അതിനുശേഷം ഏറ്റവും അവസാനം ആ കുടുംബനാഥനെ കാണുവാൻ ഇടയായി. അദ്ദേഹവുമായി കുറച്ചു നേരം സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇപ്രകാരമാണ്: അച്ചോ, ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. മറ്റുള്ളവർ ചെയ്യുന്നത് പോലെയൊന്നും എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല. കാരണം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അത് അറേഞ്ച് ചെയ്യുവാനായിട്ട് ശ്രമിച്ചു. അല്ലെങ്കിൽ ഈ ബാധ്യത എൻ്റെ മക്കളിലേക്ക് വരും. ഇന്നെല്ലാവരും ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ തിരിച്ചു പോകും. പക്ഷേ പിന്നീടുള്ള വർഷങ്ങളിൽ, കാലഘട്ടങ്ങളിൽ എൻ്റെ മക്കളായിരിക്കാം ഈ വേദന അനുഭവിക്കുന്നത് എന്ന്. സ്നേഹമുള്ളവരെ, മിതമായ രീതിയിൽ കാര്യങ്ങൾ അവലോകനം ചെയ്യുവാൻ, നടത്തുവാനായിട്ട് ആ പിതാവിന് സാധിച്ചു. എനിക്ക് വലിയ സന്തോഷം തോന്നി. നമുക്കറിയാലോ, നമ്മുടെയൊക്കെ ചുറ്റുപാടിൽ ഒരു കുഞ്ഞ് ജനിക്കുമെന്ന് തൊട്ട് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് വിവാഹം വരെ എത്തുന്നവരെയുള്ള കാലഘട്ടങ്ങൾ എത്രയെത്ര ആഘോഷങ്ങളാണ്. ആഘോഷങ്ങൾ വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ തലമറന്ന് എണ്ണ തേക്കരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം മനസ്സിൻ്റെ സംഘർഷം, നമുക്കൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. പണക്കാരന് ആരുടെയും മുമ്പിൽ കൈനീട്ടേണ്ട ആവശ്യമില്ല. പാവപ്പെട്ടവനാണെങ്കിൽ അവനത് നീട്ടാൻ അവന് വലിയ പ്രയാസവുമില്ല. എന്നാൽ മധ്യവർത്തിയായ ഒരു കുടുംബാംഗങ്ങൾക്ക് അത് വലിയ പ്രയാസമാണ്. ഞാൻ ഓർക്കുകയാണ്, ഒരു വ്യക്തി എന്നോട് പങ്കുവെച്ചത് ഇപ്രകാരമാണ്: അച്ചോ, നല്ലൊരു വീട് പണിതു,
ലോൺ എടുത്തും മറ്റുള്ളവരെ സഹായിച്ചുമൊക്കെയാണ് ഞാൻ വീട് പണിത്. അടയ്ക്കേണ്ട ലോണിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഒരു ആശയം ഉദിച്ചു മനസ്സിൽ. ഈ വീടിൻ്റെ കയറിത്താമസം, പെരവെഞ്ചരിപ്പ് ആഘോഷമായിട്ട് നടത്തുക എന്നുള്ളത്. ധാരാളം വ്യക്തികളെ വിളിക്കണം, ഒരുപക്ഷെ അവർ സഹായിക്കും. അങ്ങനെ ചിന്തിച്ച് ഈ വ്യക്തി ധാരാളം ബന്ധുക്കളെയും വീടിനടുത്തുള്ളവരെയെല്ലാം ഈ പെരവെഞ്ചരിപ്പിന് വിളിച്ചു. എന്നാൽ ആകസ്മികമായി വലിയൊരു മഴയുണ്ടായി. ആയതിനാൽ ആൾക്കാർക്കൊന്നും ഉദ്ദേശിച്ചതുപോലെ എത്താനും പറ്റിയില്ല. അവസാനം അദ്ദേഹം സങ്കടത്തോടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഭക്ഷണം മിച്ചം വന്നു. അതിൻ്റെ സാമ്പത്തിക ഭാരം ഒരു വശത്ത്, മറുവശത്ത് ആൾക്കാരൊക്കെ വന്നു കഴിയുമ്പം എന്തെങ്കിലുമൊക്കെ തരുമെന്ന് പ്രതീക്ഷിച്ചു. അതും സംഭവിച്ചില്ല. വീണ്ടും ഞാൻ വലിയ ബാധ്യതയിലേക്ക് നീങ്ങുകയാണ് എന്ന്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതം ഇതാണ്. ഉള്ളതുകൊണ്ട് ചെലവഴിക്കുവാനായിട്ട് സാധിച്ചാൽ വലിയ സ്വസ്ഥതയിലൂടെ, അധികമൊന്നും വേണ്ട, ഉള്ളതുകൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ചൈതന്യം നമ്മിലും നമ്മുടെ സമൂഹത്തിലും കുടുംബത്തിലും പ്രകടമാവുക. ജീവിതത്തിൽ സമയം തേടുന്നതും സഹായം ചോദിക്കുന്നതും അത് ശക്തിയും അടയാളവുമാണ് സ്നേഹമുള്ളവരെ. കാരണം നമ്മൾക്കൊക്കെ മറ്റുള്ളവരോട് ചോദിക്കുവാൻ, നമ്മുടെ വേദനകൾ പങ്കുവയ്ക്കുവാൻ വലിയ പ്രയാസമാണ്. 2018 വെള്ളപ്പൊക്കമുണ്ടായി. ആ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ കേരളത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് നിന്ന് അതിനെ നേരിടുവാനായിട്ട് തയ്യാറായി. 2019-20 കാലഘട്ടങ്ങളിൽ കോവിഡ് എന്ന് പറയുന്ന പേമാരിയിലൂടെ നമ്മൾ കടന്നുപോയി. നമുക്കറിയാം, ഏതെങ്കിലും ഒരു കുടുംബത്തിൽ എല്ലാ വ്യക്തികൾക്കോ ഒന്നോ രണ്ടോ പേർക്കോ ഈ അസുഖം ബാധിച്ചാൽ തൊട്ടടുത്തുള്ള വ്യക്തികളൊക്കെ എന്തു ചെയ്യുമെന്നറിയാമോ? അവരെ വിളിക്കാറുണ്ടായിരുന്നു, അവരെ സ്നേഹിക്കാറുണ്ടായിരുന്നു. സർവോപരി അവർക്ക് വേണ്ട ഭക്ഷണം എല്ലാ നേരവും അവരുടെ വീടിൻ്റെ വാതിക്കൽ അല്ലെങ്കിൽ ഗേറ്റിൽ തൂക്കിയിടുന്ന ഒരു പതിവുണ്ടായിരുന്നു. 1-2 ആഴ്ച കഴിഞ്ഞ് അവർ പുറത്തു വരും. ഇനി ഇവരെ സഹായിച്ച വ്യക്തികൾ പിന്നീട് അസുഖങ്ങളിലൂടെ പോവുകയാണെങ്കിൽ ഇതേപോലെ സഹായിക്കുന്ന വ്യക്തി. അങ്ങനെയുള്ളൊരു സംസ്കാരമാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത്. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, വലിയ സാമ്പത്തിക ഭാരത്തിലൂടെ, വേദനയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കൊന്ന് മറ്റുള്ളവരോടൊന്ന് പറയുവാൻ വിശ്വസ്തരായ സുഹൃത്തുക്കളുണ്ടാകുമല്ലോ. നമുക്ക് അവരോടൊന്ന് പങ്കുവയ്ക്കുവാനായിട്ട് നാം തയ്യാറാകണം. ഒരു കുടുംബനാഥൻ, അദ്ദേഹത്തിന് മകളെ കെട്ടിച്ചു വിടണമെന്ന് അറിയാം, പക്ഷേ ഒരു നിവൃത്തിയില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ചോ, വലിയ സാമ്പത്തിക ഭാരമുണ്ട്, ആ വീടെല്ലാം പണിതു, ഇനി മകളുടെ ജീവിതം എങ്ങനെയാ അറിയില്ല, ആകെ കയ്യിൽ 10,000 രൂപയുണ്ട്, എന്തു ചെയ്യുമെന്ന്. അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞതുപോലെ തന്നെ സഹോദരനെ അറിയാവുന്ന സ്നേഹിക്കുന്ന വ്യക്തികളുണ്ടല്ലോ, അവരോട് ഈ വിഷമം ഒന്ന് പറയാവോ എന്ന് ചോദിച്ചു. ആദ്യം അദ്ദേഹം മടിച്ചു നിന്നു. എന്നാൽ അച്ഛൻ പറഞ്ഞതല്ലേ എന്ന് കരുതി അദ്ദേഹം അത് അവരുടെ അടുത്ത് പങ്കുവെച്ചു. സ്നേഹമുള്ളവരെ, ആ തുറവിക്ക് വലിയ വ്യത്യാസമുണ്ടായി. ആ വ്യക്തികൾക്ക്, ഈ വ്യക്തിയുടെ സ്നേഹിതന്മാർക്ക് കുറെ കൂടി ഒന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു, അകമെഴിഞ്ഞ് സഹായിക്കുവാനായിട്ട് സാധിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കല്ല. ദൈവം നമുക്ക് വലിയ ദാനങ്ങളും കൃപകളുമൊക്കെ നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ മകളെ കെട്ടിച്ചയക്കുവാൻ പണമില്ലാതെ ആത്മഹത്യ ചെയ്ത വ്യക്തികളെക്കുറിച്ച്, ലോൺ അടയ്ക്കാൻ നിർവാഹമില്ലാതെ ജപ്തിയെ ഭയന്ന് ആത്മഹത്യ ചെയ്ത വ്യക്തികളെക്കുറിച്ചൊക്കെ നമുക്കറിയാം. അവരെക്കുറിച്ചും അവരുടെ ജീവിതങ്ങളെക്കുറിച്ചും ഒക്കെ കേൾക്കുമ്പോൾ മനസ്സ് തേങ്ങും. ഈ വ്യക്തികൾ ഒന്ന് നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന ചിന്ത പോലും നമുക്കുണ്ടാവും. അങ്ങനെയെങ്കിൽ ചുറ്റുവട്ടം നമുക്കൊന്ന് കണ്ണു തുറക്കാം, നമ്മുടെ ജീവിതങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമുക്കറിയാം, 2013 2023 ആ വർഷങ്ങൾ വെച്ച് 10 വർഷത്തെ അന്തരമുണ്ട്. അങ്ങനെ വെച്ച് കണക്ക് നോക്കുമ്പോൾ സ്റ്റേറ്റ് ക്രൈം റിസർച്ച് റെക്കോർഡ്സ് ബ്യൂറോയുടെ അഭിപ്രായത്തിൽ ആത്മഹത്യാ നിരക്കുകൾ കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ഇതുപോലുള്ള വലിയ ഭാരത്തിലൂടെ കടന്നു പോവുകയാണ്.
അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കട്ടെ. ദൈവാശ്രയത്വ ബോധം ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിലെ 9-10 വചനങ്ങൾ പ്രസക്തമാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇപ്രകാരമാണ്: സഹോദരരെ, ഏഷ്യയിൽ ഞങ്ങൾ അനുഭവിച്ച സഹനങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയണമെന്ന് ഞങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു. മരണഭയം ഉണ്ടാകത്തക്ക വിധം അത്രമാത്രം കഠിനമായും ദുസ്സഹമായും ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു. മാത്രമല്ല, ഞങ്ങൾ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് തോന്നി. ഇത് ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ ഞങ്ങളുടെ ദൈവമായ കർത്താവിൽ ആശ്രയിക്കേണ്ടതിനാണ്. അത്ര ഗൗരവമേറിയ ഒരു വിപത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ രക്ഷിക്കും, തുടർന്നും രക്ഷിക്കുമെന്ന് ഞങ്ങൾ അവനിൽ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ബന്ധങ്ങളിലെ വിള്ളലുകൾ ആത്മഹത്യയിലേക്ക് നയിക്കാം. ആത്മഹത്യയെ അതിജീവിച്ച ഒരു സഹോദരി പറഞ്ഞത് ഇപ്രകാരമാണ്: അച്ഛാ, വിവാഹം കഴിച്ച് പുതിയ ഒരു വീട്ടിലേക്ക് കയറി വന്നു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേ മനസ്സിലായി ഭർത്താവിന് മാനസിക രോഗമുണ്ട്. അദ്ദേഹം എന്നെ അബ്യൂസ് ചെയ്യുവാനായിട്ട് തുടങ്ങി. ഞാൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു. തിരിച്ചു വീട്ടിലേക്ക് പോയാലോ എന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കി, എന്നെ ഇത്രമാത്രം വളർത്തിക്കൊണ്ടുവരുവാൻ, എൻ്റെ പഠനം, മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ധാരാളം പണം അവർ മുടക്കി. അവരെ ഇനിയും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന ഒരു ചിന്ത ഈ വീട്ടിലുള്ളവരോട് പറഞ്ഞപ്പം അവർക്കത് ഉൾക്കൊള്ളുവാനായിട്ട് പറ്റുന്നില്ല. എൻ്റെ ഫ്രണ്ട്സിനെ എനിക്ക് വിളിക്കുവാനോ സംസാരിക്കുവാനോ പറ്റുന്നില്ല. വലിയ വേദനയിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. എന്തു ചെയ്യും? സ്നേഹമുള്ളവരെ, ഇതുപോലെ വേദനിക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട് നമ്മുടെയൊക്കെ ചുറ്റുവട്ടം. വിവാഹം കഴിഞ്ഞ് 1-2 ആഴ്ചകൾക്കുള്ളിൽ തന്നെ ആത്മഹത്യയിലേക്ക് നീങ്ങുന്നവരെ കുറിച്ച് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ എപ്പോഴും പ്രത്യേകിച്ച് അവരെ ഒന്ന് കേൾക്കുവാനുള്ള വലിയൊരു മനസ്സ്, തുറവിയോടുകൂടെ അവരെ സ്വീകരിക്കുവാനുള്ള ഒരു മനസ്സുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനസിക പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ലഹരി പദാർത്ഥങ്ങൾക്കൊക്കെ അടിമപ്പെട്ട് പോകുമ്പോൾ ധാരാളം യുവജനങ്ങൾ, ധാരാളം വ്യക്തികൾക്ക് തങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുവാനായിട്ട് പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞത് ഇപ്രകാരമാണ്: അച്ഛാ, എവിടെയെങ്കിലുമൊക്കെ പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് ഫോൺ കോളുകൾ വരും. എൻ്റെ ക്ലയൻ്റാണ് എന്നെ വിളിക്കുന്നത്, എൻ്റെ അടുക്കൽ തെറാപ്പിക്ക് വരുന്നവരാണ് വിളിക്കുന്നത്. എനിക്കിനിയും ജീവിക്കണ്ട, എനിക്ക് മരിക്കണം. ഈ അവസ്ഥയിൽ ഞാൻ അവരോട് ഒരുപാട് സംസാരിക്കും. ഒരിക്കൽ കൂടെ എൻ്റെ അടുക്കലേക്കൊന്ന് വരാനായിട്ട് പറയും. അങ്ങനെ ധാരാളം പേരെ ഞാൻ രക്ഷിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതം പോലും ഇതിനു വേണ്ടി മാറ്റിവെക്കുകയാണ്. സ്നേഹമുള്ളവരെ, മരണത്തിന് മുമ്പുള്ള ഒരു വിളിയുണ്ട്. ചില വ്യക്തികളുടെ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നു. നമുക്ക് അതൊക്കെയൊന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കട്ടെ. ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ മാനസിക രോഗമാണ് എന്ന്, അല്ലെങ്കിൽ ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നുവെന്നൊക്കെ വ്യക്തികൾക്ക് പറയാൻ ബുദ്ധിമുട്ടില്ല. എന്നാൽ നമ്മുടെയൊക്കെ നാട്ടിൽ നേരെ മറിച്ചാണ്. ഒരു പനി വരുന്നത് പോലെയോ ചുമ വരുന്നത് പോലെയോ അത് പറയാൻ നമുക്ക് എളുപ്പമാണ്. എന്നാൽ ഇതുപോലുള്ള അസുഖങ്ങളിലൂടെ കടന്നു പോകുമ്പം അത് പറയാനുള്ള ഒരു തുറവിയുണ്ടാകട്ടെ. അതിനനുസരിച്ചുള്ള മരുന്ന് നേടുവാനായിട്ടുള്ള തെറാപ്പിയിലേക്ക് പോകുവാനുള്ള ഒരു മനസ്സുണ്ടാവട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ 31-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: രോഗിക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമുക്ക് താങ്ങാവുന്നതിലധികം വേദന ഉണ്ടാകുമ്പോൾ നല്ല തെറാപ്പിസ്റ്റിനെ കാണാനും അവരോട് നമ്മുടെ വേദനകൾ പങ്കുവയ്ക്കുവാനും അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുവാനും നമ്മൾ തയ്യാറാകണം. സ്നേഹമുള്ളവരെ, നമ്മളെയൊക്കെ ജീവിക്കുവാനായിട്ട് അനുവദിക്കുന്നത് പ്രതീക്ഷയാണ്. പ്രതീക്ഷ അസ്തമിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ജീവിക്കുവാനേ തോന്നില്ല. ആ പ്രതീക്ഷ വരണമെങ്കിൽ ഓർക്കുക, എൻ്റെ കൂടെ ഒരു ദൈവമുണ്ട്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ വചനം: എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യുവാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ആ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഒരു അമ്മ എന്നോട് പറഞ്ഞത് ഇപ്രകാരമാണ്:
അച്ഛാ, എൻ്റെ ജീവിതത്തിൽ വലിയ വേദനയാണ്, ദുഃഖമാണ്, ഒരു സമാധാനവും അനുഭവിക്കുവാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ ഇത്രയൊക്കെ ദുഃഖമുണ്ടെങ്കിലും ഞാൻ ജീവിക്കുന്നത് എൻ്റെ മകന് വേണ്ടിയിട്ടാണ്. പലപ്പോഴും ഞാൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ മകനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും അതിനെ ഓവർകം ചെയ്യുവാൻ, ജീവിക്കുവാൻ സാധിക്കുന്നുവെന്ന്. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ ലക്ഷ്യമുണ്ടെങ്കിൽ, ലക്ഷ്യബോധ്യമുണ്ടെങ്കിൽ ഏത് തകർച്ചയും നമുക്ക് അതിജീവിക്കുവാനായിട്ട് പറ്റും. ആത്മാഭിമാനം നമുക്കൊക്കെ ഉണ്ട്. ആത്മാഭിമാനത്തിന് കളങ്കം വരുമ്പോഴാണ് നമ്മളൊക്കെ മുറിപ്പെടുക. നമുക്കറിയാം, പ്രത്യേകിച്ച് 16 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കുള്ള യുവജനങ്ങൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ്. അവരുടെ ആത്മാഭിമാനം ഉദ്ദേശിച്ച രീതിയിൽ എത്താനായിട്ട് പറ്റുന്നില്ല. മറുവശത്ത് ഈ ലഹരി പദാർത്ഥങ്ങൾക്കൊക്കെ അടിമപ്പെട്ട് അങ്ങനെ ഒരു ജീവിതത്തിലൂടെ കടന്നുപോയി അഭിമാനമെല്ലാം നഷ്ടപ്പെട്ടു എന്നൊരു തോന്നൽ. സ്നേഹമുള്ളവരെ, ഇവിടെ ആ ആത്മാഭിമാനം നമ്മൾക്ക് വീണ്ടെടുക്കുവാനായിട്ട് സാധിക്കട്ടെ. നമ്മുടെ ഭക്ഷണ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വസ്ത്രധാരണത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ബന്ധങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്നതിന് നമ്മൾ സമയം കൊടുക്കണം. ഐ ആം സംതിങ്, എനിക്കും കഴിവുണ്ട്, എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഈ ലോകത്തിൽ ദൈവം എല്ലാവർക്കും ഓരോ തരത്തിലുള്ള കഴിവുകൾ തന്നാണ് സൃഷ്ടിച്ചത്. അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുടുംബത്തിന്, സമൂഹത്തിന് ധാരാളം നന്മകൾ ചെയ്യുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നല്ല ബന്ധങ്ങൾ നമ്മൾക്ക് പടുത്തുയർത്തുവാനായി സാധിക്കണം. നമുക്കൊക്കെ കുറഞ്ഞത് 2-3 വ്യക്തികൾ, നല്ല കൂട്ടുകാർ ഉണ്ടായിരിക്കണം. ജീവിതത്തിൽ എന്തു വന്നാലും ഒന്ന് പറയാനായിട്ട്, നമ്മളെ കേൾക്കുന്ന, നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ബന്ധങ്ങൾ. അങ്ങനെ വന്നു കഴിയുമ്പം ജീവിതത്തിൽ ഒരു തകർച്ച ഉണ്ടാകുമ്പം ആ തകർച്ചയിലൂടെ നമ്മൾ കടന്നു പോകത്തില്ല. മറിച്ച് ആ വേദനകൾ അവരോട് പറയുവാൻ നമ്മൾ തയ്യാറാകും. പറയുവാൻ തയ്യാറാകുമ്പോൾ തന്നെ പകുതി വേദന മാറും. അവരുടെ വൈകാരികമായ സപ്പോർട്ടെല്ലാം നമ്മൾക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾക്ക് തോന്നും ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന്. ജീവിച്ചിരിക്കുന്ന മാലാഖമാരുടെ കരസ്പർശം നമ്മൾക്കങ്ങനെ അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ വലിയ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾക്കൊക്കെ ഒന്ന് പ്രകൃതിയിലേക്കൊന്ന് ഇറങ്ങുവാനായിട്ട് സാധിക്കണം. പലപ്പോഴും വലിയ വേദന ഉണ്ടാകുമ്പം ഒറ്റയ്ക്കിരിക്കുവാനായിട്ട് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളുമൊക്കെ ഒറ്റയ്ക്കിരിക്കുവാനായിട്ട് ശ്രമിക്കുന്ന വ്യക്തികളുണ്ട്. അവയൊക്കെ ഒന്ന് മാറട്ടെ. അങ്ങനെയുള്ള വ്യക്തികളെ കണ്ടാൽ അവരിലേക്ക് ചെല്ലുവാൻ നമ്മൾക്ക് സാധിക്കണം. നമുക്ക് പ്രകൃതിയിലേക്കൊന്ന് ഇറങ്ങുവാനായിട്ട് ഈ പുഴകളുണ്ട്, വൃക്ഷങ്ങളുണ്ട്, അവയിലേക്കൊന്ന് നോക്കുവാൻ, അവ സൃഷ്ടിച്ച ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് സാധിക്കട്ടെ. നമുക്ക് ഇൻസ്പിറേഷൻ നൽകുന്ന, പ്രചോദനം നൽകുന്ന നല്ല ടോക്കുകൾ കേൾക്കുവാൻ സാധിക്കട്ടെ. നല്ല മ്യൂസിക്, പാട്ടുകൾ കേൾക്കുവാൻ സാധിക്കട്ടെ. അങ്ങനെ വന്നു കഴിയുമ്പം നമ്മുടെ മനസ്സൊന്ന് ഉണരും. നമ്മുടെയൊക്കെ ജീവിതം സുന്ദരമാണ്. ആ സുന്ദരമായ ജീവിതത്തിൽ വെല്ലുവിളികൾ ഉണ്ടാവും. അവയൊക്കെ നമ്മൾക്ക് ഒരുമിച്ച് അതിജീവിക്കാം. നമ്മളെ മാത്രമല്ല, നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്കും നമ്മുടെ ശ്രദ്ധ പതിപ്പിക്കാം. ആരും സങ്കടത്തോടെ, വേദനയോടെ കഴിയുവാനായിട്ട് പാടില്ല. വേദനകളും ദുഃഖങ്ങളും ഒന്ന് തുറന്നു പറയുവാനായിട്ട്, സർവോപരി എന്നെ നയിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന ബോധ്യങ്ങളിലേക്ക് എത്തുവാനായിട്ട് നമ്മൾക്ക് സാധിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ലോകത്തിൽ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ ധാരാളമാണ്. അവരെ ഒന്ന് കേൾക്കുവാൻ, അവരെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ, അവരുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് ജീവിക്കുന്ന മാലാഖമാരെ പോലെ ഇറങ്ങിച്ചെല്ലുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ നിമിഷം പ്രിയപ്പെട്ടവരുടെ ആത്മഹത്യയിൽ വേദനിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുകയാണെങ്കിൽ ഈശോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. ആത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവമേ, അങ്ങ് കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുന്ന മാലാഖമാരായി മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.